പാലക്കാട് യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രദീപിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. വടക്കഞ്ചേരി സ്വദേശി നേഘ സുബ്രഹ്മണ്യനെയാണ് ആലത്തൂർ തോണിപ്പാടത്തെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേഘയെ മുൻപും ഭർത്താവ് ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം. മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, ഈ പെൺകുട്ടിയുടെ മരണം എപ്പോഴായിരുന്നു, അതെങ്ങനെയായിരുന്നു, എന്തൊക്കെ വിശദാംശങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്? അഖില, നേരത്തെ അഖില സൂചിപ്പിച്ച പോലെ തന്നെ വടക്കഞ്ചേരി ഇത്തരത്തിൽ സ്വദേശിയായിട്ടുള്ള ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ, അതായത് ആലത്തൂർ തോണിപ്പാടത്തെ വീട്ടിൽ മരിച്ച നിലയിൽ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാവുന്നത്. അതിനുശേഷം ഈ ബന്ധുക്കളെ തന്നെ ഈ കുടുംബമാണ്, ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് വിളിച്ച് വിവരം അറിയിക്കുന്നത്. ആശുപത്രിയിൽ ഉൾപ്പെടെ എത്തിച്ചതിന് ശേഷമാണ് അങ്ങനെ വിവരം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ ഈ കുടുംബത്തിന് ഈ കാര്യത്തിൽ സംശയം തോന്നിയിരുന്നു. കാരണം ഇന്നലെ രാത്രി തന്നെ ഈ പെൺകുട്ടി എല്ലാ ദിവസവും നേഘ വീട്ടിലേക്ക് വിളിക്കുന്നതാണ്. അതേപോലെ തന്നെ വീട്ടിലേക്ക് വിളിക്കുകയും നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയുമായിരുന്നു. അതിനുശേഷം 12 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലേക്ക് വിളിച്ച് ആശുപത്രിയിലാണെന്നും കുഴഞ്ഞു വീണെന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പറഞ്ഞതായി ഈ കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ദുരൂഹതയുണ്ട്, കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുടുംബം പറയുന്നത്. ഈ സംഭവത്തിൽ ഏതാണെങ്കിലും ആലത്തൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഇതിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഏതാണെങ്കിലും പ്രാഥമികമായി ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നിയ സാഹചര്യത്തിലാണ് പോലീസിൽ വിവരം അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. ഏതാണെങ്കിലും ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം പറയുന്നത് നേരത്തെയും ഇത്തരത്തിൽ നിരവധി തവണ നേഘയെ ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ 6 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിയുന്നത്. 2 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാവാത്തതിനെ തുടർന്ന് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നിരവധിയായ സാഹചര്യങ്ങളിൽ അത്തരത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതെല്ലാം അവിടെ പോയി സംസാരിക്കുകയും വീട്ടിൽ വന്ന് നിൽക്കാൻ മകളോട് പറയുകയും ചെയ്തു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷേ അവിടെ തുടരാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു മകൾ എടുത്തതെന്നും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും കുഞ്ഞിന് വേണ്ടി ജീവിക്കാനാണ് നേഘ എപ്പോഴും തീരുമാനിച്ചിരുന്നെന്നും കുടുംബം പറയുന്നു. അതുകൊണ്ട് തന്നെ 2 വയസ്സുള്ളൊരു കുട്ടി ഇവർക്കുണ്ട്. അത്തരത്തിൽ 3 വയസ്സുള്ളൊരു കുട്ടി ഇവർക്കുണ്ട്. ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി നേഘ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു നേഘയുടെ ഒരു മനോഭാവം എന്ന് കുടുംബം പറയുന്നു. ആ നേഘ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നുള്ള കാര്യങ്ങളാണ് കുടുംബം പറയുന്നത്. നിലവിൽ പോലീസ് പ്രദീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അഖില, അജിത്ത്, നമ്മൾ വിഭജികയുടെ കേസെല്ലാം കണ്ടതാണ്. അത്തരത്തിൽ നിരവധി കേസുകളാണ് ഈ ഇടയ്ക്കായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നതും. അവിടെയൊക്കെ തെളിവുകൾ സമർപ്പിക്കാൻ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും തെളിവുകൾ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അഖില, ഇതിൽ പ്രധാനമായും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിൻ്റെ കൃത്യമായ കാരണം എന്താണെന്ന് വ്യക്തമാക്കും. അതുകൊണ്ട് തന്നെ ആ സാഹചര്യമാണ് ഏറ്റവും പ്രധാനമായും പരിശോധിക്കേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തന്നെ അവിടെ ആശുപത്രി അധികൃതർക്ക് തന്നെ ഈ കാര്യത്തിൽ സംശയം തോന്നിയത് കൊണ്ടാണ് അവർ പോലീസിൽ ഉൾപ്പെടെ വിവരം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഈ കുടുംബം പറയുന്നതനുസരിച്ച് നേരത്തെ ഈ പെൺകുട്ടി വീട്ടിൽ വിളിക്കുകയും നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മുമ്പും ഇവിടെ ഇത്തരത്തിൽ ഈ പെൺകുട്ടിക്ക് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള, നേഹയ്ക്ക് മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഇത്തരത്തിൽ നിരവധിയായ സാഹചര്യങ്ങളിൽ ഈ കുട്ടി ഉണ്ടാകാത്തതിൻ്റെ പേരിലും ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് കുടുംബം പറയുമ്പോൾ അതൊക്കെ സ്വാഭാവികമായും പോലീസ് പരിശോധിക്കും. മാത്രമല്ല, നിരന്തരം ഇവരുടെ വീട്ടിലെത്തത്തിൽ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കും. നിലവിൽ വിശദമായ ചോദ്യം ചെയ്യുകയാണ് പ്രദീപിനെ. അതിൽ നിന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്ന് പോലീസും കരുതുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. ഏതാണെങ്കിലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിൽ കുടുംബം പറയുന്നത്. ഈ പെൺകുട്ടിക്ക് ക്രൂരമായ മർദ്ദനം വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ഏൽക്കേണ്ടി വന്നു എന്നുകൂടി കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. അഖില, നേഘയുടെ മരണത്തിൽ അസ്വാഭാവികത ഉറപ്പിക്കുകയാണ് ആ കുടുംബം. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നേഘയുടെ സഹോദരന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. ചോദിച്ചത്, കല്യാണം കഴിഞ്ഞ മുതലേ അവന് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട്, കാര്യമില്ലെങ്കിലും ചെറുതായിട്ട് തല്ലൽ പിടിക്കൽ, അങ്ങനെ കാര്യമായിട്ട് ഞങ്ങളും കണക്കാക്കിയില്ല. അതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. 2 വർഷം കഴിഞ്ഞതും കുട്ടികളുണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ശല്യം ഉണ്ടായിരുന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞതും കുട്ടിയായി, ഒരു കുട്ടിയായി, പെൺകുട്ടി. അതിപ്പോൾ 3 വയസ്സായി. അങ്ങനെയായിട്ട് ഇപ്പോൾ തല്ലു അടിക്കൽ ഒരു വിധം ഇതായി. ഞാനും ഏട്ടന്മാനും കൂടി പോയിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. തല്ലും അടിക്കുകയും ചെയ്യേണ്ട, നിനക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടാക്ക്,
ഞാൻ പറഞ്ഞ കാര്യമാണ്, നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് വീട്ടിൽ കൊണ്ടാക്ക്, വേറെ തല്ലും അടിക്കുക അത് ചെയ്യണ്ട, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇനി മേലാൽ തല്ലി ശരീരത്ത് തൊട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞങ്ങൾ വന്നതാണ്. പിന്നീട് അതേപോലെ കുറച്ച് ദിവസം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും തുടങ്ങി എന്നെ പോലെ അങ്ങനെ വല്ല. പക്ഷേ അവളിനോട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇവിടെ വീട്ടിൽ വന്നിരിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര കാര്യമൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോട്ടെ എന്നും പറഞ്ഞിട്ടാണ് അവൾ പോയത്. ഇന്ന് 2-3 ദിവസം മുന്നും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ രാത്രിയിലും 10 മണിക്ക് വിളിക്കും, എല്ലാ ദിവസവും വിളിക്കും. അമ്മയാണ് വിളിക്കുക, അമ്മനെ വിളിക്കുക. അപ്പോൾ അങ്ങനെ ഇന്നലെ അതുപോലെ 10 മണിക്ക് വിളിച്ചിട്ട് വന്നു. വിഷമമുണ്ടെങ്കിൽ അവൾ പറയാറുണ്ട് ഫോണിൽ കൂടെ. പക്ഷെ അപ്പോൾ ഉണ്ണി അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ വീട്ടിൽ വന്നിരിക്കേ എന്ന് പറയും. ഇല്ല ആൻറ്റി, കുട്ടിയുണ്ടല്ലോ, കുട്ടി ഞാൻ സുഖമായി ജീവിക്കും, പക്ഷേ എങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല, എൻ്റെ കുട്ടി ഞാനും കൂടി ഇരുന്നാലും ഞാൻ ചെയ്യില്ല എന്ന് അവൾ വാക്ക് തന്നിട്ടുണ്ട്. അവൾ ഒരിക്കലും ചെയ്യില്ല. അവളെ കൊന്നതാണ്, അവൻ രോഗി കൊന്നതാണ്, അവന് തൂക്കുകയറി വിധിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പെണ്ണുകൾ തല്ലിക്കൊല്ലും, ഉറപ്പാണ്. ഞങ്ങൾക്ക് അത്ര എന്നെ മകളെ പൊന്നുപോലെ വളർത്തിയതാണ്. 8 മാസത്തെ കുട്ടിയാണ്, 8 മാസത്തിൽ പെറ്റതാണ് അവളുടെ. ഞങ്ങൾ പൊന്നുപോലെ നോക്കി എല്ലാവർക്കും പപ്പി പപ്പി പറഞ്ഞ ജീവനാണ്. ഞങ്ങൾ അവൻ വെളിയിലിറങ്ങിയ ഞങ്ങൾ പെണ്ണുകൾ തല്ലിക്കൊല്ലും, ഉറപ്പാണ്. അതിന് ഒരു മാറ്റമില്ല. അവന് തൂക്കുകയറി വിധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പെണ്ണുകൾ ഇറങ്ങും, ഉറപ്പ്. ഇവൻ ആസ്പത്രിയിൽ ഇവിടെ അഡ്മിറ്റ് ആക്കാത്ത മുന്നേ ചങ്ങലയും മാലയൊക്കെ ഊരിയിട്ടാണ് ഒരു സുഖമില്ലാത്ത കുട്ടീനെ അഡ്മിറ്റ് ആക്കണത് തന്നെ. അവനെ തൂക്കുകയറിട്ട് കൊല്ലണം, ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ആൻറ്റിയാണ്, മൂത്തൻ്റെയാണ് ഞാൻ. എൻ്റെ പൊന്നുപോലെ ഇരിക്കുന്ന മകളെ കൊന്നില്ലേ, തൊള്ളിപ്പിടിച്ച് പോക്കി കൊന്നില്ലേ, അവൾക്ക് വെറുതെ വിടാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ വിടാൻ പാടില്ല.